കൊറിയർ കമ്പനിയിൽ ഓടുന്ന കുറേ ഇലക്ട്രിക് വണ്ടീൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നാണ്. പിന്നെ ഒരു ഓല ഉണ്ട്, ഒരു റിസ്ത ഉണ്ട്. ഇതിപ്പോൾ വേറൊരു റിസ്താണ്. റിസ്തക്ക് ഒരു ഹാൻഡലിൻ്റെ ടൈറ്റിൻ്റെ ഒരു പ്രശ്നം കുറേ ആളുകൾ പറഞ്ഞിരുന്നു. നിങ്ങൾ വണ്ടി എടുത്തിട്ട് എത്രയായി? 3-4 മാസമായി. ഇപ്പോൾ എത്ര കിലോമീറ്ററായി? 6000. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അല്ലേ? 7000 ആയി. ഓക്കെ. വണ്ടി ഇത് ഏതാ, മിഡിലാണോ ടോപ്പാണോ? മിഡിൽ മോഡൽ. ഇത് എത്ര റേഞ്ച് ഇട്ടുണ്ട്? ആ, നിങ്ങളിപ്പോൾ ഈ കൊറിയറിൻ്റെ പരിപാടിക്ക് ഓടുമ്പോൾ എത്ര കിട്ടും? ഒരു MBൻ്റെ മേലുണ്ടോ? നിങ്ങൾ ലോങ് പോയിട്ടുണ്ടോ? ലോങ് സ്ട്രൈറ്റ് ആയിട്ട് പോകുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? ആ, പോയി ഒറ്റ ചാർജിൽ. ആ, ഒക്കെ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ കോഴിക്കോട് പോയൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ അവിടെ 50 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിയത് 50%. അതായത് 50%-ൽ 52 കിലോമീറ്റർ ഓടിക്കണം. പിന്നെ അത് ചാർജ് കുറവിൽ പവർ കുറവുണ്ടോ? ഏറ്റവും ഒരു 10% കീപ്പിട്ടാവുമ്പോൾ വലിയൊരു ഫീല് തോന്നിയിട്ടില്ല അല്ലേ? പിന്നെ ഇത് കുറേ ആളുകൾ പറഞ്ഞു ഇത് ഒരു പിടുത്തമുണ്ട് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ചെറിയ പ്രയാസമുണ്ട്. ഇറക്കൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി പറ്റ താഴെ ആവുന്നുണ്ട്. എൻ്റെ വണ്ടിക്കുണ്ട്. എൻ്റെ ഇതേ മോഡലാണ്. ഇതേ ഈ കളറ് മാറ്റുന്നുണ്ട് എന്നുള്ളൂ. മിഡിൽ മോഡലാണ് എൻ്റെ വണ്ടി. പിന്നെ വേറെ ചാർജിങ് സാധാ ചാർജാണ് അല്ലേ? ഒരു 6-7 മണിക്കൂറാവും. അത്ര ആവുന്നുണ്ട്. വേറെ വണ്ടീനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നെഗറ്റീവ്, പോസിറ്റീവ്? ഹാൻഡലിൻ്റെ ആ പ്രശ്നം തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ആ ഫീൽ കേട്ടോ. പക്ഷെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഓടിക്കാൻ പറ്റാത്തത്ര ഒരു പ്രയാസം ഇല്ല. ഇദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇത് പുതിയ ഇത് കാറ്റിറക്കാനോ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടോ ഈ സാധനം? തയ്ക്കാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ കാറ്റിറക്കുമ്പോഴേ ഈ ഭാഗത്ത് മാത്രമേ കയറ്റിയിട്ടില്ല. ആ, ഓക്കെ. പെർഫോമൻസ് ഇത് പുള്ളിങ് ഒക്കെ എങ്ങനെയുണ്ട്? 4300 വാട്ട്സാണ് തോന്നുന്നു. ഓക്കെ. അത്ര നിങ്ങളുടെ പേര്? ഷാമിൽ. അപ്പോൾ അത്രയും വിവരം തന്നതിന് താങ്ക്സ്. ഓക്കെ.